പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ചൊവ്വാഴ്ചയാണ്, നവംബർ 26-ാം തീയതി. നമ്മുടെ ശുശ്രൂഷ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ വളരെ നന്നായി പോകുന്നു. നിങ്ങൾ വളരെ ടേക്കനപ്പ് ചെയ്യുന്നു. ഒത്തിരി പേര് കൃത്യസമയത്തിന് എഴുന്നേൽക്കുന്നുണ്ട്. അത് വചനത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കാൻ വേണ്ടി ശിരസ് നമിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹം വാങ്ങുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നമുക്ക് ആ അനുഗ്രഹത്തിൻ്റെ ദിവസത്തിലേക്ക് പ്രവേശിക്കാം. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട്, അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, ശിരസ് നമിച്ച കൈകൾ കുപ്പി അങ്ങയുടെ തിരുസന്നിധിയിൽ നിൽക്കുന്ന അങ്ങയുടെ മക്കളുടെ മേലെ നിന്റെ വലിയ കൃപ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ദിവസം ഞങ്ങൾക്ക് നൽകിയതിന് നന്ദി പറയുന്നു ഈശോയെ. കർത്താവേ, ഈ കൂട്ടത്തിൽ ഒത്തിരി പേര് വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിലൂടെ ഇന്ന് കടന്നു പോവുകയാണ്. അവരെല്ലാം നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിന്റെ തിരുമുറിവാർന്ന് ആണിപ്പെടുതാർന്ന് വലതുകരം ഈ പ്രഭാതത്തിൽ അങ്ങയുടെ മക്കളുടെ ശിരസ് വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ്, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, ഈ മക്കൾക്ക് എല്ലാം വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. കർത്താവ്, അന്ധന് കാഴ്ച നൽകിയവനെ, ചെകിടിനെ കേട് നൽകിയവനെ, ഊമന് സംഭാഷണത്തിൽ നൽകിയവനെ, ഒരു രോഗത്തെക്കുറിച്ച്, കുഞ്ഞുങ്ങളുടെ രോഗത്തെക്കുറിച്ച്, എപ്പിലെപ്സിയെക്കുറിച്ച്, അപസ്മാരത്തെക്കുറിച്ച്, ഓട്ടിസത്തെക്കുറിച്ച്, ആകുലപ്പെടുന്ന വ്യാകുലപ്പെടുന്ന അമ്മമാര്, ഗർഭിണികൾ, അവരെല്ലാം ഞങ്ങൾ ഈ സമയം സമർപ്പിക്കുന്നു. കർത്താവെ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ ആശ്രയിക്കുന്ന ഒരു മകൻ പോലും ലജ്ജിക്കാൻ ഇടയാക്കരുതെന്ന് സങ്കീർത്തനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ,
നിന്റെ വലിയ കൃപ മക്കളിലേക്ക് ആവശ്യിക്കണമേ. അടിപ്പണ്ട പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി നിങ്ങളുടെ ശരീരത്തിലെ നീര് രോഗങ്ങളെ എടുത്തു മാറ്റിയിട്ടെന്ന് കൽപ്പിക്കുന്നു. യേശുവിൻ്റെ ശക്തിയിലേക്ക് ആവശ്യിക്കട്ടെ. ആന്തരിക അവയവങ്ങളുടെ ഗുരുതരമായ രോഗങ്ങളുള്ളവരെ കർത്താവ് സ്പർശിക്കട്ടെ. ആണിപ്രതാർന്ന് വലത് കർത്താവ് സ്പർശിക്കട്ടെ. അടിപ്പിണർ പോലെ സ്പർശിക്കട്ടെ. 38 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ യേശുക്രിസ്തു നാമം നീ സൗഖ്യം പ്രാപിക്കട്ടെ. നിന്റെ ഭവനം, നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിൽ സമാധാനം ആശംസിക്കാൻ അരുളിച്ചത് കർത്താവേ, നിന്റെ നാമത്തിൽ ഇപ്പം പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബത്തിലും ഞാൻ സമാധാനം ആശംസിക്കുന്നു. ആ സമാധാനം അവിടെ നിലനിൽക്കുവാനും ആ മക്കൾ കർത്താവേ, ഇന്ന് അവരെ ഉത്കണ്ഠപ്പെടുത്തുന്ന, ഭാരപ്പെടുത്തുന്ന, ആകുലപ്പെടുത്തുന്ന വ്യക്തികൾ, സംഭവങ്ങൾ, വിഷയങ്ങൾ എല്ലാം ഈ നിമിഷം കർത്താവ് സമാധാനമായിട്ട് പരിവർത്തനം ചെയ്യിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും ദോഷങ്ങളും യേശുക്രിസ്തു നാമം നീങ്ങിപ്പോകട്ടെ. ഐ കമാൻഡ് യു ഇൻ ദി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ബി ഹീൽഡ്. എൻ്റെ പ്രിയപ്പെട്ട, നമ്മൾ ഇന്ന് 2 വചനങ്ങൾ വായിക്കണം. ചൊവ്വാഴ്ച തമ്മിൽ ഭയങ്കര കണക്റ്റഡുള്ള വചനം. ഒരു വചനം എന്ന് പറയുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 14:8 അത് ഒരു വിധവയുടെ ചില്ലിക്കാശാണ്, 2 ചെമ്പത്തൊട്ടുകൾ. പക്ഷേ ഈശോ 2 വേ ചെയ്യുന്ന ആ ഒരു രീതികളാണ്. ജസ്റ്റ് നമുക്കത് വായിച്ച് കേട്ടെ, അതിന് ഞാൻ അത് പറയാം നിങ്ങളോട്. അത് വായിക്കേണ്ടത് ലൂക്കായുടെ സുവിശേഷം 21:2. ലൂക്ക 21:2. ദരിദ്രയായ ഒരു വിധവ 2 ചെമ്പുതൊട്ടുകൾ ഇടുന്നതും അവൻ കണ്ടു. ദരിദ്രയായ, അതായത് 21-ാം അധ്യായം, ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 2-ാമത്തെ വാക്യം. ശ്രീഭണ്ഡാരത്തിൻ്റെ മുമ്പിൽ കർത്താവ് ഇരിക്കരുന്ന്. അപ്പം ദരിദ്രയായ ഒരു വിധവ കൊണ്ടുവന്ന് 2 ചെറുതൊട്ടുകളിട്ട്. അവളുടെ അന്നത്തെ ഉപജീവനത്തിലുള്ള മാർഗ്ഗമാണ് അവൾ ദൈവത്തിൻ്റെ ഒക്കെ മുമ്പിൽ കാഴ്ചയായിട്ട് കൊടുത്തത്. അത് കണ്ടോടുകൂടി കർത്താവ് എഴുന്നേറ്റെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് അപ്പോസ്തലന്മാരോട് കമൻറ്റ് ചെയ്തു, സീ ദിസ്. ആ വിധവ തനിക്കുള്ളത് മുഴുവൻ നിക്ഷേപിച്ചു വന്നു. എന്നിട്ട് കർത്താവ് അവിടെ താരതമ്യപ്പെടുത്തി. ചെറിയ ആൾക്കാർ, അവിടെയുള്ളവർ, അവർക്കുള്ളതിൻ്റെ മിച്ചം വന്നാണ് ഇടുന്നത്. ഇവർ ചെറിയ തുകയാണെങ്കിലും തനിക്കുള്ളത് മൊത്തം നിക്ഷേപിച്ചു വന്നു. ഇതിൻ്റെ കൂടെയാണ് നമുക്കിത് മറ്റേ വചനം വായിക്കേണ്ടത്. ഏതൊക്കെയാണ്? 14:8 മർക്കോസിൻ്റെത് സുവിശേഷം. ഇവൾക്ക് സാധിക്കുന്നത് ഇവൾ ചെയ്തു. എൻ്റെ സംസ്കാരത്തിനു വേണ്ടി ഇവൾ എൻ്റെ ശരീരം മുൻകൂട്ടി തൈലം പൂശുകയാണ് ചെയ്തത്. ഇത് കണ്ട, ഓരോരുത്തർക്കും അക്സെപ്റ്റ് ചെയ്യേണ്ട രീതി കണ്ട. ഇപ്പം ചെറിയത്, ഇപ്പം ഇതെന്താ ചെയ്തിരിക്കണം? 300 ദനാറാണ് ഒരു ദിവസത്തെ. അപ്പം ഈ ബദനിയയിൽ ലാസ്റ്ററിൻ്റെ പെങ്ങൾ മറിയം, ബദനിയയിലെ മറിയം 300 ദനാറ ലാസ്റ്ററിനെ ഉയർപ്പിച്ചപ്പോഴേ അവൾക്കൊരു വിഷമം ഉണ്ടായി. ശരിക്കും പശ്ചാത്താപമാണ് ശരിക്കും പറഞ്ഞതിൻ്റെ സബ്ജക്റ്റ്. അതായത് ലാസ്റ്ററിനെ ഉയർപ്പിച്ച ദിവസം ഇവള് ആദ്യം വന്ന മാർത്തയല്ലേ ഓടി വന്നത്. ശരിക്കും പറഞ്ഞാൽ വരണ്ടിരുന്നത് മറിയല്ലേ. അവളല്ലേ അന്ന് കർത്താവിൻ്റെ വചനം കേട്ടത്, പദാന്ത്യത്തിൽ ഇരുന്ന്. മാർത്ത കുറേ എങ്ങനെ വീട്ടുജോലിയായിരുന്നല്ല. അപ്പം അതുകൊണ്ട്, പക്ഷേ ഒരു വിഷയം ഉണ്ടായപ്പോൾ മറിയത്തിനെ ലീഡ് ചെയ്ത് വന്നത് മാർത്തായാണ്. മറിയത്തിന് വചനം കേട്ടെങ്കിലും ഒരു ജീവിത പ്രസന്ധി ഉണ്ടായപ്പോൾ കർത്താവ് ദൈവം നേരിട്ട് വന്നിട്ട് പോലും മറിയ എഴുന്നേറ്റില്ല. ഇങ്ങനെയൊക്കെ പക്ഷെ പിന്നീട് സംഭവിച്ചത് ലാസർ ഉയർപ്പാണ്. അതോടുകൂടി ഇവക്ക് ഭയങ്കര പശ്ചാത്താപം ഉണ്ടായി. നമ്മളെ കൃപാസനത്തിൽ ഞങ്ങൾ എന്തിനാണെന്ന് എപ്പോഴും അടയാളം എന്ന് പറഞ്ഞ കാര്യം, അടയാളം വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പശ്ചാത്താപം ഉണ്ടാവും. വചനം കേൾക്കുന്ന പോലെ തന്നെ പശ്ചാത്തലം. പത്രോസിൻ്റെ 5:7 മത്സ്യങ്ങളുടെ ആധിക്യം കണ്ടപ്പോൾ അവന് അനുതാപം ഉണ്ടായി. അപ്പം അടയാളവും അത്ഭുതവും സഭകളിൽ എന്നും ഉണ്ടാകണം. എന്തിനാണ്? അത് അനുതാപത്തിന് വേണ്ടിയാണ്. അനുതാപം, ഇപ്പം നിങ്ങൾക്കൊരു അനുഗ്രഹം കിട്ടിയാൽ ഉടനെ നിങ്ങൾക്ക് അനുതാപം ഉണ്ടാകണം. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ഇപ്പം അടയാളം കണ്ട് അപ്പോൾ അവർക്ക് ഒരു പശ്ചാത്തലം ഉണ്ടായി. ആർക്ക്? മേരിക്ക്. എന്താണ്? കർത്താവ് വിളിച്ചിട്ടും വന്നില്ലല്ല. കർത്താവ് വന്നപ്പോൾ അവൾ വീട്ടിൽ തന്നെ ഇരുന്നില്ലേ. അപ്പോൾ ഇത്രയും വലിയ സംഭവം നടക്കുമെന്ന് വിചാരിച്ചില്ലല്ല. അപ്പോൾ ഈശോ ഇത്ര താമസിച്ചാലും വന്നാൽ അടയാളം നടക്കും. അത് വിശ്വസിക്കാൻ അവർക്ക് കഴിഞ്ഞില്ലല്ല. വചനം കേട്ടത് വെറുതെ ആയില്ലേ. അപ്പോൾ അതൊക്കെ സങ്കടമായി. അപ്പം ആ സങ്കടമാണ് ഇവള് ശരിക്കും പറഞ്ഞാൽ കർത്താവെ തെറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ആണ് അവൾ 300 ദിനാറയ്ക്കുള്ള സുഗന്ധൈലം ആ കാലെ ഒഴിച്ചു കൊടുക്കണം.
അതിൻ്റെ അപ്പുറത്ത് എന്താണ് ചെയ്യാൻ പറ്റുന്ന ഒരു അനുതാപമുള്ള ആൾക്കാർക്ക് അതിനെ കർത്താവ് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ബാധിച്ചിരിക്കുന്നത്. കർത്താവ് ഈ ബെഥനിയായിലെ മറിയത്തിൻ്റെ 300 ദനാറേയും ആ ചില്ലിക്കാശ് കൊടുത്ത വിധവയും ഒരേ അളവിലാണ് കാണുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ ദൈവവേദനെ നിനക്കുള്ളതുപോലെ നീ കൊടുത്താലും അതും ഇല്ലാത്തതിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്താലും അതും ദൈവമെല്ലാം ഒരുപോലെ വേ ചെയ്യും. കൊടുക്കണവൻ്റെ മനസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ദൈവത്തിന് ഞാനിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ കാര്യത്തിൽ ഭയങ്കര ബിസിനസ്മാനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്ത അപ്പം തന്നെ ഞാൻ കർത്താവിൻ്റെ മഹത്വത്തിനെന്ന് പറഞ്ഞാൽ ഞാൻ കാഴ്ചവെക്കും. കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി നമ്മളെന്താ ഇവിടെ ജീവിക്കണത്? കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി. അപ്പം ചെറുത് ചെയ്താലും വലുത് ചെയ്താലും ദൈവത്തിൻ്റെ മഹത്വമായിരിക്കണം ലക്ഷ്യം. നമ്മുടെ മഹത്വമായി പോകുമ്പോഴാണ് ഇടറവുണ്ടാകുന്നത്. അപ്പം നീ ചെറുത് ചെയ്താലും വലുത് ചെയ്താലും കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ കാഴ്ചവെക്കുന്ന കാര്യം കർത്താവ് അത് അതുപോലെ തന്നെയാണ് കർത്താവ് അംഗീകരിക്കണത്. അല്ലാതെ ചെറുതായി പോയതുകൊണ്ട് കർത്താവ് നിൻ്റെ ഇടറവുള്ള ഇടിച്ച് കാണിക്കുകയോ വലുതായി പോയതുകൊണ്ട് കൂടെ പ്രേസ് ചെയ്യുകയോ ചെയ്യുകയല്ല. മറിച്ച് രണ്ടിനെയും കർത്താവ് ഒരുപോലെ കാണുന്നു. ദൈവത്തിൻ്റെ മഹത്വമാണ് രക്ഷിക്കുന്നത്. അപ്പം നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയ 17:4 അനുസരിച്ച് യോഹന്നാൻ്റെ സുവിശേഷം അനുസരിച്ച് ദൈവം നമ്മളെ മഹത്വപ്പെടുത്തും. അപ്പോൾ എല്ലാ അവസരങ്ങളും ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളതാണ്. ഈ ദിവസം ഒരു പുതിയ ദിവസമാണ്. കിട്ടുന്ന ബ്ലാക്ക് എക്സ്പീരിയൻസ്, വൈറ്റ് എക്സ്പീരിയൻസ് എല്ലാം കർത്താവിൻ്റെ മഹത്വത്തിനായി കാഴ്ചവെക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ്